ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്കിന്റെ ലോഗോ ലോഞ്ച് ചെയ്ത് വ്യവസായ മന്ത്രി പി രാജീവ്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് മന്ത്രി ലോഗോ പ്രകാശനം ചെയ്തത്. കൂടാതെ കേരളത്തിൽ വളർന്നുവരുന്ന സംരംഭകരെ ചേർത്ത് നിർത്താൻ വനിതാ കോൺക്ലേവും എക്സിബിഷനുമായി കേരള വുമൺ എന്റർപ്രനേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി. തൃശൂരിൽ ഒക്ടോബർ 13-നാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുക. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് കോൺക്ലേവ് സഹായകമാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 1000 സംരംഭകരെയാണ് ഹർ എന്റർപ്രൈസസ് അവർ ഫ്യൂച്ചർ എന്ന ടാഗ് ലൈനിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത്. ഹൈടെക് മാനുഫാക്ചറിംഗിലേക്ക് കേരളത്തെ പ്രധാന ഹബ്ബാക്കി മാറ്റാൻ കഴിയും. നമ്മളിപ്പോ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു സ്മൈൽ കർവ് എപ്പോഴും പറയാറുണ്ട്. ഈ ഭാഗം വാല്യൂ അഡീഷൻ വരുന്ന അതിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്ന ഇതാണ് ഹൈടെക് മാനുഫാക്ചറിംഗ് എന്ന് കണക്കാക്കുന്നത്. അതിൽ R&D, ഡിസൈൻ, ലോജിസ്റ്റിക്, പിന്നെ പുറത്ത് മാർക്കറ്റിംഗ്, ഈ 2 മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ ഫ്രെയിംവർക്ക് ഉദ്ദേശിക്കുന്നത്. വ്യവസായ നയത്തിന്റെ ഭാഗമായി അവനൊരു കൃത്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട്. 2 വർഷം, 5 വർഷം, 10 വർഷം ഒരു ഇംപ്ലിമെന്റേഷനുള്ള സ്കീം ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാല്യൂ അഡീഷൻ നടക്കുന്ന മേഖലയിലാണ് നമുക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായവും സർക്കാർ നൽകുക എന്നുള്ളതാണ് ഹൈടെക് മാനുഫാക്ചറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് കുറെ കൂടി കൂടുമ്പോൾ മത്സരത്തിൽ പിടിച്ചുമെടുക്കാൻ പറ്റാതെ വരും. അത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന ടെൻഡൻസി ശക്തിപ്പെടും. അവിടെ നിൽക്കാതെ കുറെ കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് അവർ നോക്കും. അപ്പൊ നമ്മൾ അത് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് നോക്കല്ല, ആ സാധ്യത നമ്മൾ ഈ ബസ് മിസ് ചെയ്യാതെ ആ സാധ്യത ഉപയോഗപ്പെടുത്താനാണ് വ്യവസായ വകുപ്പ് ഇപ്പോൾ ഈ ഹൈടെക് മാനുഫാക്ചറിംഗ് ഫ്രെയിംവർക്ക്, വ്യവസായ നയത്തിനകത്ത് നിന്നുകൊണ്ടുള്ള ഈ ഫ്രെയിംവർക്ക് ഇന്ന് റിലീസ് ചെയ്യുന്നത്. 1000 സംരംഭകരാണ് നമ്മൾ ഈ വനിതാ സംരംഭക കോൺക്ലേവിൽ തൃശ്ശൂരിൽ ഉദ്ദേശിക്കുന്നത്. ഇതോടുകൂടെ വിവിധ സെമിനാറുകൾ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും. കൂടാതെ ഒരു എക്സിബിഷനും വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്.